ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും. കന്യാകുമാരിയിൽ എൻഡിഎ പ്രചാരണ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പ്രഖ്യാപിക്കും. അക്രമകാരികളായ നായകളുടെ വിൽപ്പന നിരോധിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. മാനവ വികസന സൂചികയിലെ ഇന്ത്യയുടെ പുരോഗതിയെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്രസഭ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 1 ലക്ഷത്തോളം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വൻ സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. പത്തനംതിട്ട ടൌൺ മേഖലയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്ന് തെലങ്കാനയിലേക്ക് തിരിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കന്യാകുമാരിയിൽ നടന്ന എൻഡിഎ പ്രചാരണ യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഡിഎംകെയ്ക്കും കോൺഗ്രസിനും എതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. കന്യാകുമാരി വിവേകാനന്ദ കോളേജിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന ബിജെപി നേതാക്കളായ എൽ മുരുകൻ, പൊൻ രാധാകൃഷ്ണൻ, കെ അണ്ണാമലൈ തുടങ്ങിയവർ സന്നിഹിതരായി. 5 ദിവസത്തെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലേക്ക് എത്തിയത്. ഈ മാസം 18, 19 തീയതികളിൽ സേലത്തും കോയമ്പത്തൂരും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കർണാടകയിലെ കൽബുർഗിയിൽ നാളെ നടക്കുന്ന റാലിയിലും ശിവമോഗയിൽ 18 നടക്കുന്ന പ്രചാരണ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തെലങ്കാനയിലെ മൽക്കാജ് ഗിരി, നാഗർ കുർണൂൽ എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അദ്ദേഹം നാളെ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ ചിലകലൂരിപ്പേട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിലും 19 പാലക്കാട് നടക്കുന്ന എൻഡിഎ പ്രചാരണ പരിപാടിയിലും ശ്രീ മോദി പങ്കെടുക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇരുവരെയും സ്വാഗതം ചെയ്തു. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്ന സവിശേഷ ഘട്ടത്തിലാണ് ഇരുവരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമാകുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും ഇന്നലെ നിയമിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ നടത്തും. വൈകുന്നേരം 3 മണിക്കാണ് പ്രഖ്യാപനം. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചു. ഹൈദരാബാദിൽ നടക്കുന്ന ആഗോള ആത്മീയ മഹോത്സവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഹൈദരാബാദിന് സമീപമുള്ള കൻഹ ശാന്തിവനത്തിലാണ് ഞായറാഴ്ച വരെ നീണ്ടുനിൽക്കുന്ന ആത്മീയ സമ്മേളനം നടക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ശ്രീ രാമചന്ദ്ര മിഷന്റെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. 300ഓളം ആത്മീയ ഗുരുക്കന്മാർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാമകൃഷ്ണ മിഷൻ, പരമാർത്ഥ നികേതൻ, ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷൻ, മാതാ അമൃതാനന്ദമയി മഠം, ഹൈദരാബാദ് അതിരൂപത തുടങ്ങി വിവിധ സംഘടനകൾ പരിപാടിയിൽ സംബന്ധിക്കും. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില കുറയ്ക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര സർക്കാരിന്റെ ശ്രമഫലമായി കഴിഞ്ഞ 2.5 വർഷത്തിനിടെ രാജ്യത്ത് പെട്രോൾ വില ലിറ്ററിന് ഏകദേശം 15 രൂപയും ഡീസലിന് 17 രൂപയും കുറഞ്ഞതായി അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 2 രൂപ കുറച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ രാജ്യം കൂടുതൽ വളർച്ച കൈവരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വിവിധ മേഖലകളിൽ നടക്കുന്ന സമഗ്ര പരിഷ്കാരങ്ങളുടെ നടത്തിപ്പിന് കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിൽ കൂടുതൽ ഏകോപനം ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡ്രോൺ സംവിധാനം ഉൾപ്പെടെയുള്ള നവയുഗ സാങ്കേതിക വിദ്യകളിൽ നൈപുണ്യ പരിശീലനം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ അതീവ ശ്രദ്ധ നൽകുന്നതായും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
അക്രമകാരികളായ നായകളുടെ വിൽപ്പനയും വളർത്തലും നിരോധിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. മനുഷ്യജീവന് അപകടകരമായ 23 ഇനം നായകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്. പൊതുജന സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കി. റോഡ് വീലർ, പിറ്റ്ബുൾസ്, അമേരിക്കൻ ബുൾഡോഗ്സ് തുടങ്ങിയ ഇനങ്ങളുടെ നിരോധനം പരിശോധിച്ചു വരികയാണ്. അക്രമകാരികളായ ഇനങ്ങളിൽപ്പെട്ട നായകളെ നിലവിൽ പരിപാലിച്ചു വരുന്നവർ ഇവയെ വന്ധ്യംകരണത്തിന് വിധേയമാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മാനവ വികസന സൂചികയിലെ ഇന്ത്യയുടെ പുരോഗതിയെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്രസഭ. ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിരന്തര ശ്രമങ്ങളെ UNDP ഇന്ത്യൻ പ്രതിനിധി കെയ്റ്റ്ലിൻ വീസൻ പ്രശംസിച്ചു. UN റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 67.7 ആയി ഉയർന്നിട്ടുണ്ട്. പ്രതിശീർഷ വരുമാനത്തിലും മുൻ വർഷത്തേക്കാൾ 6.3% വർധനയാണ് ഉള്ളത്. മാനവ വികസന സൂചികയിൽ 193 രാജ്യങ്ങളിൽ 134 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകൾക്കുള്ള റേഷൻ മസ്റ്ററിംഗ് സാങ്കേതിക തകരാർ മൂലം ഭാഗികമായി നിർത്തിവച്ചതായി മന്ത്രി GR അനിൽ. അതേസമയം മഞ്ഞ കാർഡുകാർക്ക് ഇന്ന് മസ്റ്ററിംഗ് സൌകര്യമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറ കാർഡുകാർക്ക് വന്നവർ തിരിച്ചു പോകാതെ മസ്റ്ററിംഗിലേക്ക് പങ്കെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചുവപ്പ് നിറത്തിലുള്ള കാർഡുകാർ അവർക്ക് ഇന്ന് തന്നെ IT ഉദ്യോഗസ്ഥരുമായി ഉച്ചയ്ക്ക് ചർച്ച നടത്തി നാളെ മുതൽ ഒരു ക്രമീകരണം വരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നതാണ്. രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത്. ഞായറാഴ്ച വരെയാണ് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആധാർ കാർഡും റേഷൻ കാർഡുമാണ് മസ്റ്ററിംഗിന് വേണ്ടത്. രാജ്യത്തുടനീളം ഈ മാസം 31-നകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മഴക്കാലം മുന്നിൽ കണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് പ്രാധാന്യം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനായി വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണ്. നിലവിലുള്ള നിയമങ്ങളെ ഏകീകരിച്ചും ക്രോഡീകരിച്ചും കാലികമായ മാറ്റങ്ങൾ വരുത്തിയുമാണ് പൊതുജനാരോഗ്യ നിയമം യാഥാർത്ഥ്യമാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള പൊതുജനാരോഗ്യ നിയമത്തിന്റെ വിജ്ഞാപനം ഇറങ്ങിയതിന് ശേഷമുള്ള സംസ്ഥാനതല സമിതിയുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരത്തെ 10 സ്കൂളുകളിൽ അഡൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. നിംസ് മെഡിസിറ്റിയിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനാധിഷ്ഠിതമായ പഠനവും യുവമനസ്സുകൾക്ക് സാമൂഹിക പ്രശ്നങ്ങളിൽ അവരുടേതായ ആശയങ്ങൾ രൂപീകരിക്കാൻ ഉതകുന്നതുമായ പഠന രീതിയാണ് അഡൽ ടിങ്കറിംഗ് ലാബിലൂടെ ഒരുക്കുന്നത്. ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനും സ്വയം ബോധവൽക്കരണത്തിനുമായി 1983 ആദ്യമായി ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഉപഭോക്താക്കൾക്ക് ഉത്തരവാദിത്തത്തോടെയും നീതിപൂർവകവുമായ നിർമ്മിത ബുദ്ധി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്ത് ഭീകരവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച ഡിജിറ്റൽ ക്രൈം മാനേജ്മെന്റ് സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കി. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഓഫീസ് കെട്ടിടങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് പ്ലേ ഓഫിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്ന് മലേഷ്യൻ താരത്തെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ലോക 3-ാം നമ്പർ താരം ആൻഡേഴ്സ് ആന്റൺസനെ പരാജയപ്പെടുത്തിയായിരുന്നു ലക്ഷ്യ സെന്നിന്റെ ക്വാർട്ടർ പ്രവേശനം. റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. 3 ദിവസങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. റഷ്യയുടെ നിലവിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ന്യൂ പീപ്പിൾസ് പാർട്ടിയുടെ വ്ളഡിസ്ലാവ് ദെവാൻകോവ്, LDPR പാർട്ടിയുടെ ലിയോനിഡ് സ്ലട്സ്കി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യയുടെ നിക്കോളായി ഖരിച്ചോനോവ് എന്നിവരാണ് മത്സരരംഗത്ത് ഉള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും. കന്യാകുമാരിയിൽ NDA പ്രചാരണ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറും സുഖ്വീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പ്രഖ്യാപിക്കും. അക്രമകാരികളായ നായകളുടെ വിൽപ്പന നിരോധിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. മാനവ വികസന സൂചികയിലെ ഇന്ത്യയുടെ പുരോഗതിയെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്രസഭ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.